ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നോക്കുന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആർക്കിൻ്റെ എപ്പിസോഡ് 42 ആയിട്ടാണ്. മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ? പോയി കണ്ടിട്ട് വരിക. നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. ഇവിടെ തിളങ്ങുന്ന ഓരോ ബ്ലേഡും എനിക്ക് നിസ്സാരമാണ്. പക്ഷേ അവൻ്റെ ബ്ലേഡ് അത് വളരെ ശക്തമായിരുന്നു. അത് എൻ്റെ ഓരോരോ ഭാഗങ്ങളെ മുറിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഓരോരോ ശക്തി പോലും എനിക്ക് ഒന്നുമല്ലായിരുന്നു. പക്ഷേ എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചു. എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു. പല നിറത്തിലുള്ള അവരുടെ ബ്ലേഡുകൾ ചുവപ്പായി മാറി. അത് ഓരോന്നും എൻ്റെ ഹൃദയങ്ങളെ കുത്തി നുറുക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇതൊക്കെ കാരണം അവളാണ്. അവളുണ്ടാക്കിയ ആ ചെറിയ ഡ്രഗ്സ് കാരണമായിരുന്നു എൻ്റെ ശരീരത്തിലെ ഈ മാറ്റങ്ങൾക്കൊക്കെ കാരണം. എൻ്റെ ശരീരത്തിലെ ഏജിങ് കൂടി. എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചു. എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ റീജനറേഷൻ പോലും മര്യാദയ്ക്ക് നടക്കുന്നില്ല. കാരണമാണ് നിസ്സാരമായി കരുതിയ എല്ലാം എനിക്ക് വളരെ പ്രശ്നമായി മാറിയത്. ടോമയുടെ ശരീരത്തിൽ അവൾ ചെയ്ത കാര്യത്തിനേക്കാൾ വളരെ മടങ്ങാണ് എൻ്റെ ശരീരത്തിൽ ചെയ്തത്. എത്രയും പെട്ടെന്ന് ഇത് കണ്ടുപിടിച്ച് അതിനെ ഡീകമ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് തന്നെ പണി കിട്ടും. ഇതൊക്കെ പറഞ്ഞു നിന്ന മൂസാൻ അങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. ഇത് കണ്ടെന്ന് ടാഞ്ചറോ ആകെ ഷോക്കായി നിൽക്കുകയാണ്. മൂസാൻ എന്താ അനങ്ങാത്തതെന്ന്. ഇതാണ് ആ പറ്റിയ അവസരം. എത്രയും പെട്ടെന്ന് അവനെ കൊന്നിരിക്കണം, അല്ലെങ്കിൽ രാവിലെ ചിലപ്പോൾ വേറെ പ്രശ്നങ്ങൾക്ക് വഴി മാറിയേക്കാം എന്ന് പറഞ്ഞ് ടാഞ്ചറോ സോഡെടുത്ത് വെട്ടാൻ പോകുന്ന നേരത്തെ തന്നെ മൂസാന്റെ ബോഡിയിൽ നിന്ന് ഒരുപാട് ഇലക്ട്രിക്കൽ ഷോക്ക് വേവ് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതാണ് ടാഞ്ചറോയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ഷോക്കിന്റെ ഇമ്പാക്റ്റിൽ നമ്മുടെ ടാഞ്ചറോ ദൂരേക്ക് തെറിച്ചു പോകുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മൂസാനെ കാണിക്കുന്നുണ്ട്. അവനാകെ മാറിയിട്ടുണ്ട്. അവന്റെ വയറ്റിലൂടെയൊക്കെ ഒരു വാ വരെ വന്നിട്ടുണ്ട്. അവൻ ഒരുപാട് ശക്തനായിട്ട് മാറിയിട്ടുണ്ട്. അവന്റെ രൂപം വരെ ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ള ഡീമനെ പോലെ മാറിക്കഴിഞ്ഞു. ഇതൊക്കെ കാണുന്ന ടാഞ്ചറോയ്ക്ക് ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവന്റെ തല തൊട്ട് നഖം വരെ അവന് ഒരുപാട് വേദനിക്കുന്നുണ്ട്. അത്രയ്ക്കും വളരെ പെയിൻഫുൾ ആണ് അവന്റെ അവസ്ഥ ഇപ്പോൾ. ഇതേ സമയം തന്നെ നമ്മുടെ ഉപേക്ഷിക്കിന്റെ മാൻഷൻ കാണിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ കിരനെ കാണിക്കുന്നുണ്ട്. അവനൊക്കെ തളർന്നു വീണിട്ടുണ്ട്. അവൻ പറയുന്നുണ്ട്, എന്നെ നോക്കണ്ട, നിങ്ങൾ ടാഞ്ചറോയിനെ ആ ഒബനായിനെ നോക്കുന്നു പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഓക്കെയാണ്, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കിരന്റെ മൂക്കുന്നും വായനൊക്കെ ബ്ലഡ് വരുന്നുണ്ട്. ഇത് കാണുന്ന നമ്മുടെ റെങ്കോക്കുവിന്റെ അച്ഛനുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല. മൂസാനെ നമ്മുടെ ലൊക്കേഷൻ മനസ്സിലേക്ക് കാണും. അതുകൊണ്ടാണ് അവൻ്റെ ഷോക്ക് വേവ് ഇവിടം വരെ എത്തിയത്. അതായത് നമ്മുടെ മൂസാനെ ഷോക്ക് വേവ് ഏറ്റിട്ടാണ് നമ്മുടെ കിരയ്ക്ക് ഇപ്പോൾ പരിക്ക് പറ്റിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവർ അങ്ങോട്ട് അയച്ച എല്ലാ കാക്കകൾക്കും പരിക്ക് പറ്റി അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്താ നടക്കുന്നതെന്ന് ഇവർക്ക് ഇപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എൻ്റെ ടെൻഷനിലാണ് നമ്മുടെ കിരയും നമ്മുടെ റെങ്കോക്കുവിൻ്റെ അച്ഛനും ഒക്കെ. റെങ്കോക്കുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇനി 25 മിനിറ്റേ ഉള്ളൂ നേരം വിളിക്കാൻ. അതുവരെ ആരെങ്കിലും ഒന്ന് പിടിച്ചു നിന്ന് അവനോടൊന്ന് ഫൈറ്റ് ചെയ്ത് നിന്നാൽ മാത്രം മതി. എങ്ങനെയെങ്കിലും നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് അവൻ പറയുന്നുണ്ട്. നമ്മുടെ ടാഞ്ചറൊക്കെയാണ് ഇപ്പോൾ തീരെ വയ്യ. അവന് ശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ ആ സോഡൊന്നും മരിക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മുടെ ടാഞ്ചറോ അവിടെ വേദന കൊണ്ട് പുളയുന്നുണ്ട്. അതിനിടയ്ക്ക് തന്നെ നമ്മുടെ മൂസാനെ കൂളായിട്ട് തന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അവൻ നടന്നു പോകുന്നുണ്ട്. അവൻ നടന്നു പോകുന്നത് നമ്മുടെ ടാഞ്ചറോ കാണുന്നുണ്ട്. പക്ഷെ അവനോട് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അങ്ങോട്ട് ആൾ ബീസ്റ്റ് ബ്രീച്ചിങ് യൂസ് ചെയ്തിട്ട് നമ്മുടെ മൂസാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് വേറെ ആരായിരുന്നില്ല, നമ്മുടെ ഇനോസിക്കയായിരുന്നു. നേരത്തെ നീ എന്നെ ഈസി ചെയ്ത് തന്നെ അറ്റാക്ക് ചെയ്തു, ഇനി അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇനോസിക്ക അവിടെ നിൽക്കുന്നുണ്ട്. ഇത് കാണുന്ന ടാഞ്ചറോയ്ക്ക് പേടിയുന്നുണ്ട്. കാരണം നേരത്തെ പോലെ ഒരു ഷോക്ക് വേവ് വന്നാൽ ചിലപ്പോൾ നമ്മുടെ ഇനോസിക്കയ്ക്ക് അത് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. ഇനോസിക്കയെ അങ്ങോട്ട് പോകരുതെന്ന് പറയാൻ പോലും നമ്മുടെ ടാഞ്ചറോയ്ക്ക് പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ മൂസാൻ നേരത്തെ പോലെ തന്നെ ഒരു ഷോക്ക് വേവ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. പക്ഷേ അത് നേരത്തെ തന്നെ അത്ര പവർഫുൾ ആയിരുന്നില്ല. ഇനോസിക്ക കരഞ്ഞുകൊണ്ട് നമ്മുടെ മൂസാനോട് പറയുന്നുണ്ട്, ഇവരെല്ലാവരും എന്നെ സംരക്ഷിച്ചവരാണ്. ഗിയും ഗ്യോമയും ഒക്കെ ഇവിടെ മരിച്ചു കിടക്കുന്ന കുറേ പേരില്ലേ, അവരെൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചവരാണ്. എനിക്ക് അവരുടെ ജീവിതം താ, എനിക്ക് അവരുടെ കൈയും കാലും ഒക്കെ തിരിച്ചു താ, എനിക്ക് ഇപ്പോൾ അവരെ ജീവനോടെ വേണം എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യം പിടിച്ച് അവനൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇനി അവരെ നിനക്ക് തിരിച്ചു തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ 1000 വട്ടം കൊല്ലും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇനോസിക്ക് അവൻ്റെ സോഡെടുത്തിട്ട് മൂസാനാകെ വെട്ടാൻ പോകുന്നുണ്ട്. അവനാകെ വളരെ ദേഷ്യത്തിലാണ്. ഇത് കണ്ടത് നമ്മുടെ മൂസാന് അവനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കാൻ നോക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇനോസിക്കിൻ്റെ കാല് ഇവൻ പിടിക്കാൻ നോക്കുന്നുണ്ട്. മൂസാന്റെ ദേഹത്ത് ഒരുപാട് പല്ലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇനോസിക്കയ്ക്ക് ഒരുപാട് പരിക്ക് പറ്റുന്നുണ്ട്. പക്ഷേ അതേപോലെ തന്നെ പരിക്ക് നമ്മുടെ മൂസാനും കിട്ടുന്നുണ്ട്. പിന്നെ ഇനോസിക്ക് ആകെ പ്രാന്ത് പിടിച്ചിട്ട് നമ്മുടെ മൂസാനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന ടാഞ്ചറോ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ടാഞ്ചറോയ്ക്ക് തീരെ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഒരു വലിയ തണ്ടർ സ്ട്രൈക്ക് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മൂസാന്റെ കയ്യിൽ നിന്ന് നമ്മുടെ ഇനോസിക്കിനെ രക്ഷിക്കുന്നുണ്ട്. അത് വേറെ ആയിരുന്നില്ല, നമ്മുടെ സെനിറ്റ്സു ആയിരുന്നു. സെനിറ്റ്സു വന്നതും പറയുന്നുണ്ട്, ഇനോസിക്ക് നമ്മുടെ ടാഞ്ചറോയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല, നീ ഒന്ന് കാമാവ്, എനിക്ക് അവൻ്റെ ഹാർട്ട് ബീറ്റ് ഇപ്പോഴും കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ടാഞ്ചറോ, നീ ഒന്നും ചെയ്യണ്ട, നീ ഒന്നും അനങ്ങാതെ അവിടെ നിന്നാൽ മാത്രം മതി, നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഫൈറ്റ് ജയിക്കാൻ പറ്റുന്ന ടാഞ്ചറോനോട് നമ്മുടെ സെനിറ്റ്സു പറയുന്നുണ്ട്. ടാഞ്ചറോ, നീയും നിന്റെ അനിയത്തിയും ഒരേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് പോകാനുള്ളവരാണ്. അവള് ഒരു റിയൽ ഹ്യൂമൺ ആയിട്ട് മാറും. എന്നിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും എന്ന് ടാഞ്ചറോന് പറയുന്നുണ്ട്. ഉടൻ തന്നെ നമ്മുടെ മൂസാന് നമ്മുടെ സെനിറ്റ്സുവിന് ഒരു വലിയ അറ്റാക്ക് കൊടുക്കുന്നുണ്ട്. ആ അറ്റാക്കിൽ നമ്മുടെ സെനിറ്റ്സു ഒരു ബിൽഡിങ്ങിന്റെ വാളിൽ ചെന്ന് ഇടിച്ചിറങ്ങുന്നുണ്ട്. സെനിറ്റ്സുവിനെ സഹായിക്കാൻ വരുന്ന നമ്മുടെ ഇനോസിക്കിനെ നമ്മുടെ മൂസാന് ഒരു വാളിനുള്ളിലേക്ക് അടിച്ചിറക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ടാഞ്ചറോ അവിടെ കിടന്ന് ആലോചിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മൂസാന്റെ ബ്ലഡ് ഡീമൻ ആർട്ടുകാരൻ അവന്റെ നെർവ്സ് ഒക്കെ എന്തൊക്കെയോ പോലെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടാഞ്ചറോ ഒരു ടെക്നിക്ക് ചെയ്യാൻ പോവാണ്. ടാഞ്ചറോ അവന്റെ സോഡ് ചുവന്ന കളറാക്കി മാറ്റി അവന്റെ ഹാർട്ടിലേക്ക് കുത്തിയിറക്കും. ഈ ഒരു പെയിന് നമ്മുടെ ടാഞ്ചറോയ്ക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ തന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടാഞ്ചറോ എന്തും
ചെയ്യ് എന്ന് പറഞ്ഞിട്ട് അവനത് ചെയ്യുകയാണ്. അത് അത്രയ്ക്കും പെയിൻഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് വേദന സഹിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ മൂസാന് അവൻ്റെ ബോഡിക്ക് എന്തൊക്കെ ചേഞ്ച് വരുന്ന പോലെ അവന് തോന്നുന്നുണ്ട്. അവനാകെ ചോര ഛർദ്ദിക്കുന്നുണ്ട്. അവനാകെ നെഞ്ചത്താകെ വിങ്ങി പൊട്ടുന്നത് പോലെ അവന് തോന്നുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ഇനോസയ്ക്ക് അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ അടി കൊണ്ടുവന്ന നമ്മുടെ സെനിറ്റ്സു അവിടുന്ന് എഴുന്നേൽക്കുന്നുണ്ട്. മൂസാൻ പറയുന്നുണ്ട് ഇവന്മാർക്കൊന്ന് അനങ്ങി കിടന്നൂടെ. അപ്പം തന്നെ നമ്മുടെ സനമീൻ്റെ കാല് കാണിക്കും. ഇതേപോലെ തന്നെ നമ്മുടെ ഗ്യൂവിനെ നമ്മുടെ ഗ്യോമിനെ അവിടെ കാണുന്നുണ്ട്. എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ എങ്ങനെയെങ്കിലും പോരാടി രാവിലെ വരെ ഞാൻ അവനെ പിടിച്ചു നിർത്തും എന്ന് പറഞ്ഞു ഗ്യോമെ നിൽക്കുന്നതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ എൻഡ് ആവാണ്.